ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ 2 ബോട്ടിൽസാണ് കേട്ടോ. നമ്മളിവിടെ യോഗട്ടൊക്കെ മേടിക്കുന്ന, അതായത് തൈരൊക്കെ മേടിക്കുന്ന ബോട്ടിലാണ്. അപ്പോൾ ഇതേപോലത്തെ ബോട്ടിൽസ് നമ്മൾ എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ടല്ലോ, അവിടെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ബോട്ടിൽസൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നാട്ടിൽ ഇതേപോലത്തെ പെപ്സിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോട്ടിൽസ് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ക്യാപ്പ് ബോട്ടിലുകളില്ലേ, അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേപോലെ യൂസ് ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ ചെറുപറാതെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഗ്ലൂ ഗണ്ണും ഇല്ലാത്തവരാണെങ്കിൽ അതിനും ഒരു ഐഡിയ പറഞ്ഞുതരാം. ഗ്ലൂ ഗൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, പൗഡറും ഗ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോൺ പോലെ ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് ഇങ്ങനെ വരച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ലൈൻസ് പോലെ കിട്ടും. അപ്പോൾ ഇത് ലൈൻസ് നല്ല ഭംഗിയായിട്ടൊന്നും വരണ്ട കേട്ടോ, വെറുതെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. തുടങ്ങുക അവസാനിക്കുക അങ്ങനെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിറച്ച് ലൈൻസ് വരും. ഏറ്റവും എൻ്റെ ഭാഗത്ത് വേണ്ട, എന്നാൽ ഏറ്റവും ടോപ്പ് ഭാഗങ്ങളുണ്ടല്ലോ അത് രണ്ടും വിട്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ചെയ്യാം കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ സെൻറ്റർ പോയിന്റിൽ കണ്ട ഒരു ഡിസൈനാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റീപ്ലിക്കേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. ഒരു വേസ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ കോർണർ ടേബിൾ ഡെക്കോറൊക്കെ ആയിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചു. ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്ക് പുതിയ സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് കൊടുത്തു, പിന്നെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഈ ഗ്ലൂ ഗണ്ണിൽ നിന്ന് വരുന്ന ഈ വാലുപോലത്തെ സംഭവങ്ങളൊന്നും കളയണ്ട കേട്ടോ. ഇനി അത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ. പക്ഷേ ഒരിക്കലും പ്ലാസ്റ്റിക് ഡബ്ബ സ്പ്രേ പെയിൻറ്റ് ഒട്ടിപ്പിടിക്കാൻ എളുപ്പമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പെയിൻറ്റ് എടുത്തിട്ട് ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിലും ചെയ്തെടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ടൊന്നുമില്ല, എന്നാൽ കുറച്ചുള്ളിലും ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗോൾഡൻ കളർ പെയിൻറ്റ് നമ്മൾ എടുക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് ഗോൾഡ് കളറാണെങ്കിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വരച്ചു കൊടുത്ത ലൈനിലോട്ട് ഇതുപോലെ ഫിംഗർ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ അല്ലാതെ ബ്രഷൊന്നും യൂസ് ചെയ്യരുത്, അപ്പോൾ കറക്റ്റ് ആ ഒരു ഭംഗി കിട്ടില്ല, ഫുള്ളായിട്ട് കളറൊക്കെ ആവില്ലേ, അപ്പോൾ അത് കിട്ടില്ല. നമ്മളിങ്ങനെ ആ ഒരു ലൈൻസുമേ ഇതേപോലെ പെയിൻറ്റ് എടുക്കുക. എന്നിട്ട് ഫിംഗറുകൾ എക്സ്ട്രാ ഉള്ളതൊക്കെ നമ്മൾ തൂത്ത് കളയാം കേട്ടോ. എന്നിട്ട് ആ ഫിംഗർ ജസ്റ്റ് ആ ലൈൻസുമേ ഉരച്ച് കൊടുക്കുമ്പോൾ സൈഡിലൊക്കെ കുറേശ്ശൊക്കെ ഗോൾഡൻ കളറാവും. അപ്പോൾ അത്രയൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നല്ലൊരു ലുക്ക് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തപ്പോൾ ഇതേപോലെയാണ് എടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ കുറച്ചൊക്കെ കൊടുത്തു കേട്ടോ. അത് ഫുള്ള് ബ്ലാക്കായിട്ട് നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈഡിലെ ലൈൻസിലും ഒക്കെ കൈകൊണ്ട് തന്നെയാണ് പെയിൻറ്റ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കറക്റ്റായിട്ടുള്ള ഭംഗി വന്നേ. അപ്പോൾ ഇത് നല്ല രസത്തിലേക്കാണ്, നല്ലൊരു ഭംഗിയുള്ള വേസ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യൂസ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ കോർണർ ടേബിൾമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഇതേപോലെ ഇറക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ ഇറക്കി കൊടുക്കുക. കളർ വേണമെങ്കിൽ കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഞാനിത് മൾട്ടി യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളർ ചെയ്ത് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ കാൻഡിൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇതിൽ വെക്കുക കേട്ടോ. നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് നമ്മൾ വെക്കില്ലേ, അപ്പോൾ ആ ഒരു പീസായിട്ട് നമുക്ക് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ കാൻഡിൽസൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ ഇതേപോലത്തെ കാൻഡിൽ താഴെ വെച്ച് സ്മെല്ല് വരുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഇടണമെങ്കിൽ അതും സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ ഇതേപോലെ ഉള്ള ഇനി ഇങ്ങനത്തെ ലൈറ്റ് വരുന്ന കാൻഡിൽസ് ഉണ്ടല്ലോ, അതും ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു കറക്റ്റ് ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. താഴേക്കൂടെ എടുത്താലാണ് അത് കാണുള്ളൂ. കണ്ടോ, ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിനുള്ള വേറൊരു യൂസും കൂടി ഉണ്ട്, അതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ചെടി വെക്കുക എന്നുള്ളതാണ് കേട്ടോ ആ യൂസ്. നല്ല രസമാണ്. നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലത്തെ മണി പ്ലാന്റ് സംഭവങ്ങളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അല്ല ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അതായാലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഐഡിയ. നമ്മുടെ വീട്ടിൽ നല്ല ഒരു വേസായിട്ടോ അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റാൻഡായിട്ടൊക്കെ ഇരിക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. താഴേക്കൊക്കെ വീണെടുക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ ലൈക്കാണ് നമുക്കൊരു മോട്ടിവേഷൻ, അതുപോലെ കമൻറ്റുകളും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, താങ്ക് യു.